ഇന്ന് നമുക്ക് ഓണസദ്യയുടെ പ്രധാന വിഭവമായ കാളൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഏത്തപ്പഴം, ഒരു 4 പച്ചമുളക്, 2 കഷ്ണം ചുവന്നുള്ളി, ഒരു 4 വറ്റൽമുളക്, കറിവേപ്പില, ഇത്ര സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അരച്ചും വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും വെളുത്തുള്ളി. ഒരു കായയുടെ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് മൂപ്പിക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഇന്ന് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ കാളനുണ്ടാക്കാനായിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് കത്തിക്കാം. എണ്ണ ഉറഞ്ഞിരിക്കുവാണല്ലോ. ിട്ടുണ്ട് നമുക്ക് കടുകിട്ട് വെക്കാം. ഇങ്ങോട്ടും വറ്റൽമുളക് കൂടി ഇടാം. പച്ചമുളക് കൂടി ഇടാം. മറിയുന്നു. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ അരച്ചിട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മൾ. നമുക്ക് ഈ ഏത്തപ്പഴം ഇതിലേക്ക് അരിഞ്ഞിടാം. അപ്പം നമ്മൾ ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുത്ത ആ ജാറിനകത്തായിട്ട് തന്നെ തൈരും കൂടെ ഒഴിച്ച് അടിച്ചെടുക്കാം. നമ്മുടെ ഏത്തപ്പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് തൈര് അടിച്ചത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ ചേർത്തു. നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്കിനി 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.